തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് മുൻപോട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രത്യേകിച്ച് ബി.ജെ.പിയെ വട്ടം കറക്കുന്ന ചില നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അത് രാജ്യത്ത് ആകമാനമുള്ള ചില നേതാക്കളാണ്. കാരണം ഇവരുടെ നാക്കാണ് ഈ വഴിയെ കൂടെ പോകുന്ന വയ്യാവേലികളെ ക്ഷണിച്ച് ബി.ജെ.പി ഓഫീസിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആകണം ബി.ജെ.പി ഇത്തവണ കർശനമായൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് പ്രവർത്തനത്തിന് പോകുന്ന നേതാക്കന്മാരും അണികളുമെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും മാത്രം സംസാരിച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കുക. പാർട്ടി പറയും നിങ്ങൾ പറയണോ വേണ്ടയോ എന്ന്. നമുക്കറിയാം, എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിൽ മാധ്യമങ്ങൾ ബി.ജെ.പിക്കെതിരെ പ്രസ്താവനകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കോലാഹലങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ബി.ജെ.പിയിലെ ഒരുപിടി നേതാക്കൾ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്താറുമുണ്ട്. അത് ഒരുപക്ഷെ ആ ഒരു വൈകാരികമായി നടത്തുന്ന പ്രസ്താവനകളായിരിക്കാം. അത് വളച്ചൊടിച്ചും വളച്ചൊടിക്കാതെയും ഒക്കെ വാർത്ത നൽകുന്ന ഒരു രീതിയുണ്ട്. അത് ഇത്തവണ ബി.ജെ.പി തടയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ള കാര്യത്തിൽ ബി.ജെ.പി തീരുമാനിക്കും. അതനുസരിച്ച് മാത്രം നേതാക്കളും അണികളും പ്രവർത്തിച്ചാൽ മതി എന്നൊരു കർശന നിർദ്ദേശം മുൻപോട്ട് വെച്ചിരിക്കുന്നു. ഇത് മുൻപ് CPM-ൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം കേഡർ പാർട്ടി സ്വഭാവമുള്ള അല്ലെങ്കിൽ കേഡർ പാർട്ടികളിൽ ഇങ്ങനത്തെ ഒരു കീഴ്വഴക്കം ഉള്ളതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.